ഹായ് ഗൈസ്, ഐ ആം ബാക്ക്. കുറെ കാലമായി പുരക്കിരുന്നിട്ട് ഒരുമാതിരി മണ്ണ ബുദ്ധിനോട്ടായി. കുറച്ച് പുറത്തെല്ലാം ഇറങ്ങിയിട്ട് കുറച്ച് പുറത്തുള്ള കാഴ്ചകളെല്ലാം കാണാന്ന് വിചാരിക്കും. എന്റെ നാട്ടിൽ തന്നെ എന്തെല്ലോ പുതിയ കാര്യങ്ങൾ വന്നിട്ട് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ മെഞ്ഞാന്നെങ്ങാനോ എന്തോ ആവശ്യത്തിന് തലശ്ശേരിയിലേക്ക് പോകുന്നവരാണ്. ഞാൻ സാധാരണ പോകുന്ന അതേ റോഡ് അതിന്റെ അപ്പുറല്ലേ പൊളിച്ചിട്ട് ആടല്ലേ പുതിയ ബിൽഡിംഗ്, ഇവിടെ കുറെ മറ്റേ പെട്രോൾ പമ്പും മറ്റേത് കിട്ടിയത് വേറെ കുറെ തിന്നുന്ന ഫുഡിന്റെ സ്ഥലം ഇതെല്ലാം വന്നിട്ട് ഇന്നേരം ഞാൻ മനസ്സിലാകുന്നത് ഞാൻ കൊല്ലം കുറെ ആയിട്ട് പുരക്കിങ്ങനെ ഇരിക്കുവാണല്ലേ. സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടിട്ട് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞി. ഇനി എന്റെ കൈമേൽ സ്റ്റെപ്പ് ഇല്ല. എന്തായാലും അങ്ങനൊന്നും ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. എഡിറ്റർ മ്യൂസിക് ഇട്. ആട് കരയുന്നല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഞ്ചാവല്ലേ. The person who needs my password. You were saying that, baby, I need ഇതിന് പറയുന്ന പേരാ ഒരു റാപ്പ്. അല്ല ഇങ്ങനെ നോക്കുന്നതാണ് ഇത് എനക്ക് ഉണ്ടാക്കാൻ അറിയാലോ കേട്ടോ. രാവിലെ ഒരു മിനിറ്റ് എഡിറ്റർ, എനിക്ക് റാപ്പിന് കണക്കായിട്ടുള്ള ഒരു ട്യൂൺ ഇട്ടായിരുന്നു. ഓക്കെ, രാവിലെ എണി കൂസി പോയി തീർത്തു. യോ ഫ്ലഷ് അടിച്ചു. യോ മോട്ടറിൽ ഉമ്മ വെള്ളം ഇടാൻ മറന്നുപോയി. യോ അപ്പി വരണ്ടു, ഞാനും വരണ്ടു. 4 മണിയായിട്ട് മോട്ടർ ഇട്ടിട്ടില്ല. അപ്പി വരണ്ടു, പിന്നെയും ഞാനും വരണ്ടു. ഇത്രയുള്ള ഗൈസ്. ഇങ്ങനെ ഒന്ന് പടച്ചങ്ങ് വിട്ടിട്ട് ഇൻസ്റ്റയിലങ്ങ് ഇട്ടാ മതി മോനെ, നിങ്ങള് റാപ്പറായി. നാളെ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ വരും, ഇന്നോഗ്രേഷൻ വരും. മലപ്പുറം ആടെ ഇടയിലുള്ള ആൾക്കാർ ഫുള്ള് നിങ്ങളെ കാണാൻ പറ്റില്ല. ഞാൻ ആടെ മാത്രം പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ മലപ്പുറം പറഞ്ഞെന്ന് പറയണ്ട. എല്ലായിടത്തും ഞാൻ പറഞ്ഞു, എല്ലായിടും നിങ്ങൾക്ക് അപ്പടെ ഇൻവിറ്റേഷൻ വരും ഫുള്ള്. ഉണ്ടാക്കി 2026 നിങ്ങളങ്ങ് കൊണ്ടുപോകും. റാപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഇതാണ് സൂപ്പ്. സൂപ്പ്. മറ്റേ എന്തായിരുന്നു, കോണായിരുന്നില്ലേ മഞ്ഞ കളറുള്ള, അതിന്റെ കറുത്ത കളറുള്ള എന്തോ ഒരു സാധനം. ഇനി ആ കോണുമ്പോ പെയിന്റ് അടിച്ചാണ് ഇത്. ഷഡ്ഡി നനി ഞാൻ ഇനി മുക്കിക്കുണ്ടെങ്കിൽ ആട്ടും കാട്ടും താറും വെച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഡെലീഷ്യസ് ഫുഡാണ്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണല്ലോ കടിച്ചിരിക്കുന്നത്. ഓരോ കളിക്കുന്ന വേണ്ടിട്ട് എനിക്കിവിടെ തളർന്ന്. ഇത്രത്തി വലിച്ചിട്ട് അല്ല ഇതിന് ഫുള്ള് തിന്നു. ഒന്ന് തിന്നിട്ട് എന്റെ കുണ്ടി പശയിട്ട് ഒട്ടിച്ച പോലെ ആവും. അത് കാത്തുനിന്ന് പിന്നെ ഒരു ആഴ്ചയിൽ ഒരു കൊല്ലത്തേക്ക് തീട്ടം പുറത്ത് വരൂല. ഇത് ഇവിടുന്ന് കടിച്ചിട്ട് ഇങ്ങനെ വലിയാത്ത സാധനമാണ് അവിടെ പോയിട്ട് ദഹിക്കുന്നത്. ഫുഡും ഇല്ല, ഫിവറും ഇല്ല. ഒരു 2 മിനിറ്റ് വിളി ഇത് വലിച്ചു നീട്ടുന്നുണ്ട്. എന്നാ പിന്നെ വല്ല കത്രയാങ്ങാനും വെച്ച് മുറിച്ചിട്ട് തിന്ന്. ഈ കൊല്ലം കഴിഞ്ഞിട്ട് ബുദ്ധി വരുന്നില്ലല്ലോ ആൾക്കാർക്ക്. ആ തിന്നോളി, ഇത് നെയ്യെല്ലാം കളിക്കുന്നു. Ito yung pinakamasarap na part sa kambing, guys. നായാണ് ആടാണ്. Itlog. Namay ഉണ്ണിക്ക് കടിച്ച് തിന്നു നോക്കിക്കേ. അലവലാതി ഇബിലീസ് കണ്ടിട്ട് എനക്ക് വേനെടുക്കുന്നു. എനക്കെന്തിനു വേനെടുക്കണോ? ഞാൻ എന്താ നായയാ? Kining itlog, guys.
അടി ഇവക്ക് എന്താ ശുണ്ണിനോട് ഇത്ര താല്പര്യം? ഇതിന് പറയുന്നവരാണ് ഹോട്ട് ഡോഗ്. ആ ചത്തനായി സ്വർഗത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, എന്റെ ശരീരത്തിൽ ഇത്ര ഇറച്ചി വെച്ചിട്ട് ഓക്ക് ചുണ്ണി തന്നെ കടിക്കണം എന്ന്. ഇവിടെ കെട്ടിയ ഓന് ഇരുമ്പിന്റെ അണ്ടർവെയർ ഇട്ടിട്ട് ഉറങ്ങുന്നതെന്നാ പറയുന്നത്. ഓനിക്ക് ഫുള്ള് ട്രോമയായി. വീഡിയോ എടുത്തു കൊടുക്കുന്ന സമയത്ത് ഓൻ വിചാരിക്കുന്നുണ്ട് ഇവള് ഇത് 4-5 പ്രാവശ്യം ഇങ്ങനെ തിന്നിട്ട് ഒരു ദിവസം ഉറക്കത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഓന്റെ കയറി കടിക്കുമെന്നുള്ളത്. ചുണ്ണിയെല്ലാം കടിച്ചുകൊണ്ട് തീർന്നില്ല. നിങ്ങളെന്താ പറയുന്നേ? നമ്മളെ ഇടയിൽ നമ്മൾ പോലും വിചാരിക്കാത്ത വലിയ മണ്ടന്മാരുണ്ട്. ക്രിയേറ്റീവായിട്ട് ബുദ്ധി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അതായത് ജനറ്റിക്കലി ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ ഉണ്ട്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവര് ജനിച്ചപ്പോഴേ അവർക്ക് ആ ഒരു സംഭവമാണ്. പക്ഷെ ക്രിയേറ്റീവായിട്ട് ബുദ്ധി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ജനിച്ചപ്പോ ബുദ്ധിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ പോകെ പോകെ അവന്മാരെ ബുദ്ധി ക്രിയേറ്റീവായി ചിന്തിച്ചിട്ട് ബുദ്ധി ക്രിയേറ്റീവായിട്ട് പോയതാണോന്ന് അറിയില്ല. ഇവന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ട് എന്റെ ബുദ്ധി ഇപ്പൊ പോവും. ഞാൻ ഇപ്പൊ എന്താ പറയുന്നത് എനിക്കറിയില്ല. എന്തേലും ആവട്ടെ. അപരാധം കാണിക്കുന്നതിന് മുമ്പേ ഒരു അംശമെങ്കിലും ചിന്തിക്കാമായിരുന്നു. നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ കൂട്ടിയാ മതി. കൂടുതൽ ഞാൻ ഇവൾക്ക് മാത്രമായിട്ട് ഞാൻ ഇനി പ്രത്യേകം റിയാക്ഷൻ തരുന്നില്ല. സൂപ്പർ ഗ്ലൂ വാങ്ങിച്ചിട്ട് അണ്ണാക്കിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അണ്ണാക്കിലല്ലേന്ന് വയ്ക്കണ്ട, കണ്ണിൽ വയ്ക്കണേ. എന്നിട്ട് നിന്റെ പൂതി അങ്ങ് മാറണം. എന്നിട്ട് അത് കണ്ട് നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. عندي حلوة نفسها يا أخي تفرق والله حلوة رقصة يا أخي قول عندي حلوة رقصة يا أخي تفرق والله حلوة مد يدك شوي خلها تسمع اللف. വ്യൂസിന് കേവലം വ്യൂസിന് ലൈക്കിനും വേണ്ടിയിട്ട് എന്തൊക്കെ കോണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് ഇവന്മാരിപ്പോ ചെയ്യുന്നത് കേവലം വ്യൂസിനും ലൈക്കിനും വേണ്ടി. I reject you. Okay, bye. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ 6 എന്റെ ഹിന്ദി വേർഷൻ ആണ്. ഇന്നെ റിജക്ഷൻ അല്ലേ ചെയ്യേണ്ടത്, ഇന്നെ ബ്ലോക്ക് ചെയ്യണം, എന്നിട്ട് റിപ്പോർട്ട് അടിക്കണം. എന്തായാലും ഓൾ എടുത്ത ഡിസിഷൻ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് ഉദ്ദേശിച്ചത്. ബിഫോർ പൊട്ടെ, ആഫ്റ്റർ മരപ്പൊട്ടെ. ഇപ്പത്തെ ഈ കോലം വെച്ച് നീ ഒന്നും കൂടി പ്രപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്നുകൂടി ട്രോമയാവും. പിന്നെ നിന്നെ റിജക്ഷൻ അല്ല, ഞാൻ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ട് എന്റെ പുരക്ക് തീ വെക്കും ട്രോമയായി എന്ന് പറഞ്ഞിട്ട്. ചാക്കൊക്കെ പൊക്കുന്നുണ്ട്. ഇവനെ വെല്ലുവിളിച്ചിട്ട് അവനെ ആ ചാക്ക് പൊക്കുന്നുണ്ട്. ഈഗോ ഹേർട്ടായി അവനിക്ക്. എന്നിട്ട് ചാക്കിന്റെ ഇതില് പല്ലുകൊണ്ട് കടിച്ചിട്ട് അതെന്താടാ വീണ? മുത്തുമണിയാണ് അവന്റെ വായിന്ന് വീണത്, പല്ലല്ലടാ പോയത് ഓരോന്നോരോന്നായിട്ട്. ഇപ്പൊ ശരിക്കും ടൂത്ത്ലെസ് ആയി. അവന്റെ ഈഗോ അവന്റെ പല്ലില്ലാണ്ടായി. എനിക്ക് അല്ലേലും ഈ മണ്ണ് ഇരുമ്പൊക്കെ ഇട്ട് ഒരക്കുന്നത് ഇങ്ങനത്തെ സിമെന്റും ചാക്കൊക്കെ കൈകൊണ്ട് തൊടുമ്പോ എനിക്ക് പല്ല് പൊളിക്കും ഭയങ്കരമായിട്ട്. അതെന്താന്ന് എനിക്കറിയില്ല. എനിക്ക് അത് കണ്ടിട്ട് പല്ല് പൊളിക്കുന്നത് എനിക്ക് മാത്രമാണ്. നിങ്ങൾക്ക് ഉണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ? सॉरी हमारी वीडियो तो दोस्तों देख सकते हो हमारे ഇതുപോലത്തെ നാണം കടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് ഇവനെ തന്നെ അതൊന്നും റിയാക്ട് ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. ഇവനിക്കിത് ശീലായും തോന്നുന്നുണ്ട്. തുള്ളിട്ടാടെ വീണ് പെരങ്ങി പെമ്പിള്ളാറ് മൈൻഡ് ആക്കിയില്ല. എന്നിട്ട് അവിടെ കിടന്ന് പിന്നെ ഉരുണ്ട് എണീച്ചിട്ട് അവര് മൈൻഡ് ആക്കിയിട്ടില്ല. എന്നിട്ട് മൈൻഡ് ആക്കൂന്ന് ചോദിച്ചിട്ട് അവിടെ പോയിട്ട് കാല് പിടിച്ചിട്ട് പോലും മൈൻഡ് ആക്കിയിട്ടില്ല. എന്തോ ആടെ ഇതൊക്കെ. ഞാൻ വീഴലിന് ഫസ്റ്റത്തെ പെരങ്ങലിൽ തന്നെ നിനക്ക് റെസ്പോണ്ട് കിട്ടിയില്ല. നീ അവിടെ നിന്ന് എണീച്ചിട്ട് ആ നിലയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അവിടുത്തെ കാട്ടൊക്കെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവര് വേണമെങ്കിൽ കുറച്ചൊന്ന് റെസ്പെക്ട് ചെയ്തേനെ. ഒന്ന് നല്ല കാട്ടൊക്കെ വൃത്തിയാക്കി തന്ന് നല്ലൊരു ചെക്കനാന്ന് പറഞ്ഞിട്ട് പോടാ എണീച്ചിട്ട് വെറുതെ ചിരിപ്പിക്കാണ്ട് പോ. ഞാനൊരു സൺസ്ക്രീൻ വാങ്ങി ഞാനൊരു തന്ന് ഞാനൊരു തങ്കി വാങ്ങി. ചിരി നിർത്തിയിട്ട് കാര്യം പറ. ഓൾറെഡി ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ കുറെ ചിരിച്ചിട്ടുണ്ടാവൂലേ? അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു.
ഞാനൊരു ഷഡ്ഡി വാങ്ങി 2300 രൂപ. എന്നിട്ട് തൊള വന്ന് ഇട്ടിട്ട് എന്നിട്ട് ഫേസ് വാഷിന്റെ മുഖം കഴുകാൻ നോക്കി. കഴുകി കഴിഞ്ഞിട്ട് പോകുന്നില്ല. ഇത് ശരിക്കും സൺസ്ക്രീനാണോ അതോ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നേരമല്ലോ. ചട്ടിക്ക് എന്തായാലും തൊള വന്ന് ഇനി ചട്ടി ഇടാൻ പറ്റൂല. 2500 രൂപ. 2500 രൂപ പോയി. ഷഡ് കൊണ്ട് ഇനി മീനെ പിടിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.